DMKയുമായുള്ള മുന്നണി ബന്ധം അവസാനിപ്പിച്ച് ഭരണകക്ഷിയായ TVKയ്ക്ക് കൈകൊടുത്ത മുസ്ലിം ലീഗ്. വെള്ളിയാഴ്ച നടന്ന IUML സംസ്ഥാന ജനറൽ കൌൺസിൽ യോഗത്തിലാണ് DMKയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. 481 അംഗങ്ങൾ പങ്കെടുത്ത ജനറൽ കൌൺസിലിൽ 14 പ്രമേയങ്ങൾ പാസാക്കി. തമിഴ്നാട്ടിൽ DMKയുമായുള്ള മുന്നണി ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പ്രധാനപ്പെട്ട പ്രമേയങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് IUML ദേശീയ അധ്യക്ഷൻ KM ഖാദർ മൊയ്തീൻ പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ DMK സഖ്യവുമായുള്ള ബന്ധം തുടരുന്നത് സാധ്യമല്ലെന്ന് പറഞ്ഞ ഖാദർ മൊയ്തീൻ TVK സർക്കാരിന് പിന്തുണ നൽകുന്നതായും സർക്കാരിന്റെ ഭാഗമാകുകയും ചെയ്യുന്നതായി യോഗത്തിൽ വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം മാത്രമേ സഖ്യം സംബന്ധിച്ച തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് IUML യോഗം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 59 വർഷത്തിലേറെയായി IUML DMKയുടെ ഭാഗമായിരുന്നു. DMKയുടെ കീഴിൽ തദ്ദേശ സ്വയംഭരണ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദ്രാവിഡ മോഡൽ സർക്കാർ രൂപീകരണത്തിന് പിന്തുണ നൽകുകയും സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് തന്ത്രപരമായ മാറ്റത്തിന് പ്രേരിപ്പിച്ചത് എന്നും വിജയ് ചരിത്രം കുറിച്ചെന്നും ഖാദർ മൊയ്തീൻ പറഞ്ഞു. TVK സർക്കാരിനെ പിന്തുണയ്ക്കാൻ ലീഗ് തീരുമാനിച്ചതിന് പിന്നാലെ DMK തങ്ങളെ അവഗണിക്കാൻ തുടങ്ങിയെന്നും രാഷ്ട്രീയ സൗഹൃദം അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണെന്നും ഖാദർ മൊയ്തീൻ ആരോപിച്ചു. തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭൂരിഭാഗവും മുഖ്യമന്ത്രി വിജയിയുടെ TVKയിലേക്ക് മാറിയത് ലീഗിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചു. ചരിത്രപരമായ പശ്ചാത്തലവും ഇതിനു പിന്നിലുണ്ട്. 1962 കായിഷെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ കാലത്താണ് ലീഗും DMKയും ആദ്യമായി സഖ്യത്തിലാകുന്നത്. 64 വർഷത്തെ ഈ ചരിത്രത്തിനിടയിൽ ഇത് 3ാം തവണയാണ് ലീഗ് DMK സഖ്യം വിടുന്നത്. മുൻപ് 1999-2004 കാലഘട്ടത്തിൽ DMK BJPയുമായി സഖ്യമുണ്ടാക്കിയപ്പോഴും ലീഗ് ഈ മുന്നണിയിൽ നിന്ന് മാറി നിന്നിരുന്നു. ലീഗിന്റെ ഈ തീരുമാനത്തോട് DMK വക്താവ് TKS ഇളങ്കോവൻ പ്രതികരിച്ചു. ലീഗുമായി പതിറ്റാണ്ടുകളുടെ നീണ്ട സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ അവർ ഇപ്പോൾ TVK മന്ത്രിസഭയിൽ വരെ പങ്കാളികളായ സ്ഥിതിക്ക് തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നും ഈ പിന്മാറ്റം ലീഗിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DMK മുന്നണിയിൽ നിന്ന് CPI, CPM, VCK, കോൺഗ്രസ് എന്നീ പാർട്ടികൾ നേരത്തെ തന്നെ പിന്മാറിയിരുന്നു. ലീഗ് കൂടി മാറിയതോടെ DMK ക്യാമ്പ് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. MDMKയും തങ്ങളുടെ മുന്നണി നിലപാട് പുനഃപരിശോധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികളാണ് നടക്കുന്നത്. നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നുവന്നതാണ് ഈ സഖ്യമാറ്റങ്ങൾക്ക് വഴിവെച്ചത്. DMKയുടെ നേതൃത്വത്തിലുള്ള സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് പൂർണ്ണമായും ഉലഞ്ഞിരിക്കുകയാണ്. വൻ ശക്തിയായിരുന്ന DMK സഖ്യത്തിൽ നിന്ന് പ്രമുഖ പാർട്ടികളെല്ലാം ഇതിനകം പുറത്തുപോയി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ മെയ് മാസത്തിൽ തന്നെ കോൺഗ്രസ് DMK സഖ്യം ഉപേക്ഷിച്ചു. 108 സീറ്റുകൾ നേടിയ TVKയ്ക്ക് 5 സീറ്റുകളുള്ള കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് സർക്കാർ രൂപീകരണത്തിന് വഴി തെളിഞ്ഞത്. നിലവിൽ TVK മന്ത്രിസഭയിൽ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനങ്ങളുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ CPIയും CPMും DMK മുന്നണി വിട്ട് വിജയ് സർക്കാരിന് പുറത്തുനിന്ന് ഉപാധികളില്ലാതെ പിന്തുണ പ്രഖ്യാപിച്ചു. തോൽ തിരുമാളുവന്റെ നേതൃത്വത്തിലുള്ള വിടുതലെ ചിരുതൈക കക്ഷിയും DMK വിട്ട് TVK സർക്കാരിന്റെ ഭാഗമായി മാറി. IUML ഒടുവിലായി 6 പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ലീഗും ഔദ്യോഗികമായി DMK സഖ്യം വിട്ടു. ലീഗ് MLA AM ഷാജഹാൻ ഇപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന DMK, AIDMK എന്നീ 2 ദ്രാവിഡ പാർട്ടികളുടെ മാത്രം ആധിപത്യത്തിലാണ് ഇതോടെ അന്ത്യമായത്. കേവല ഭൂരിപക്ഷമായ 118 എന്ന സംഖ്യ തികയ്ക്കാൻ TVKയ്ക്ക് കോൺഗ്രസ്, VCK, ലീഗ് എന്നീ പാർട്ടികളുടെ പിന്തുണ വേണ്ടിവന്നു. നിലവിൽ 120 MLAമാരുടെ പിന്തുണയോടെയാണ് വിജയിയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ ഭരിക്കുന്നത്. തമിഴ്നാടിന്റെ ചരിത്രത്തിലെ തന്നെ പുതിയൊരു സഖ്യഭരണ യുഗത്തിനാണ് ഇത് തുടക്കമിട്ടിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ടതിന് പുറമെ സഖ്യകക്ഷികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി കൈവിട്ടതോടെ MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷത്താണ്. താഴെത്തട്ടിൽ പാർട്ടി ശക്തിപ്പെടുത്താൻ നേതാക്കൾ അണികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. AIDMK TVK പിന്തുണയ്ക്കണമെന്ന് AIDMKയിലെ ഒരു ഭാഗം MLAമാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പാർട്ടിയുടെ ഭാവി നിലപാടുകൾ ഇനിയും വ്യക്തമല്ല. വൈൻകോയുടെ നേതൃത്വത്തിലുള്ള MDMKയും DMK മുന്നണി വിടാനുള്ള ഒരുക്കത്തിലാണ്. DMKയുടെ ചിഹ്നത്തിൽ മത്സരിച്ചതിനാൽ MLAമാരുടെ അയോഗ്യതാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ജൂൺ 27 നടക്കുന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ അവർ അന്തിമ തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.